കൊല്ലം നഗരത്തിലെ കൊലപാതകത്തിൽ പ്രതി സീരിയൽ കില്ലർ എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. കൊല്ലത്തെയും പാരിപ്പള്ളിയിലെയും കൊലപാതകങ്ങൾ ഒരേ രീതിയിലാണ് നടന്നത്. പ്രതി തമിഴ്നാട് സ്വദേശിയാണെന്നാണ് ഇപ്പോഴത്തെ സംശയം. ലിജോ റോളൻസ് കൂടുതൽ വിവരങ്ങളുമായി. ലിജോ, അന്വേഷണത്തിന്റെ പോക്ക് ഏതുവഴിക്കാണ്? അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണിപ്പോൾ? നിഷാദ്, അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ള വലിയ പരാതികൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നതിന് പിന്നാലെയാണ് ചെറിയൊരു അപ്ഡേഷൻ അതിൽ ഉണ്ടായി എന്നുള്ള വിവരം ചില പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. അതായത് ഈ രണ്ട് കൊലകൾ ഏപ്രിൽ 19 പാരിപ്പള്ളിയിൽ ഒരു കൊലപാതകം നടക്കുന്നത്. അതിന് പിന്നാലെ മെയ് മാസം 25 തീയതിയാണ് സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിന്റെ തൊട്ടടുത്ത്, അതായത് അവിടെ നിന്ന് 100 മീറ്റർ മാത്രം മാറിയും ഒരു കൊലപാതകം നടക്കുന്നത്. ഈ രണ്ട് കൊലയും നടത്തിയിരിക്കുന്നത് ഒരാൾ എന്നുള്ളൊരു നിഗമനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഇയാൾ. ഇത്തരത്തിൽ ഈ സീരിയൽ കില്ലിംഗ് സ്വഭാവത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളെന്നുള്ളതാണ് സിറ്റി പോലീസ് നിലവിലെത്തിയിരിക്കുന്ന നിഗമനം. കഴിഞ്ഞ 2 ദിവസമായി തമിഴ്നാട്ടിലൊക്കെ പരിശോധന നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പോലീസിന്റെ ഭാഗത്തു നിന്ന് പറയുന്നു. ഇതിൽ പോലീസിന് വലിയൊരു അനാസ്ഥ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു പരാതി ഉയർന്നതിന്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുന്ന ഒരുപക്ഷെ രാവിലെ സമയവും മറ്റും ഈ പോലീസ് പെട്രോളിംഗ് ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്താണ്. ഈ കൊലപാതകം നടന്ന സമയവും ഏകദേശം പുലർച്ചയോടടുത്ത സമയമാണ്. കൊല്ലം ചിന്നക്കടയിൽ തന്നെയുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിൽ 4 ലക്ഷം രൂപ കവർന്നതും ഇത്തരത്തിൽ പ്രഭാതത്തിലാണ്. ജില്ലാ ആശുപത്രിക്ക് തൊട്ട് മുന്നിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഒക്കെ ഉള്ള സ്ഥലത്തിന് തൊട്ട് മുന്നിൽ ഒരു മോഷണം നടന്നത്. 23 ലക്ഷം രൂപയാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടത്. പക്ഷേ ഇതിന്റെ ഒന്നും അന്വേഷണം ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും പ്രതികളിലേക്ക് എത്തുന്നില്ല. കാരണം ഈ ഇലക്ഷൻ ട്രാൻസ്ഫറുമായി വന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വരുന്ന അനാസ്ഥയും ACPയോടൊക്കെ ബന്ധപ്പെടുമ്പോൾ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത മറുപടിയാണ് സിറ്റി പോലീസ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ ഈ വ്യാപാരികളൊക്കെ പരാതി ഉയർത്തുന്നുണ്ട്. രാത്രികാല പെട്രോളിംഗ് ഒക്കെ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ആളുകളുടെ ആ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരുന്നതിന്റെ സാഹചര്യത്തിലാണ് ഈ അന്വേഷണം കടുപ്പിക്കുന്നത്. അപ്പോഴും ചില CIമാരെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ പോകാൻ തയ്യാറായി ഇരിക്കുകയാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കഴിയത്തേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് പലരും നൽകുന്നത്. ആഭ്യന്തര വകുപ്പ് എന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുത്താൽ മാത്രമേ കൊല്ലം നഗരത്തിൽ സിറ്റി പോലീസിന്റെ ഈ ഒരു നിസ്സംഗതയ്ക്ക് ഒരു മാറ്റം വരികയുള്ളൂ. നിഷാദ്.